ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിന്റെ എക്സാം ജൂണിലേക്കുണ്ട്. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഇപ്പം നമുക്ക് ആവശ്യത്തിനധികം സമയം നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ. നല്ല രീതിയിൽ നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ജൂണിലെ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിന്ന് വന്നിരിക്കുന്നത് മാത്സിൽ നമുക്ക് പേപ്പർ 1 മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ടോപ്പിക്കാണുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് ഡേറ്റ ഇന്റർപ്രിട്ടേഷനും ഒന്ന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. അതിലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂ, അതാണ് നമുക്ക് ആ ഒരു DIയിലെ മാർക്ക് സ്കോർ ചെയ്ത് തരുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഒരു DI എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ DIയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അതിന്റെ ക്വസ്റ്റ്യൻ, ആ ഒരു ടേബിൾ, കൂടുതലും ടേബിൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ടേബിൾ, പൈച്ചാർട്ട്, ഇങ്ങനെ പലതരത്തിൽ ചോദിക്കാം. പക്ഷെ വർഷങ്ങളായിട്ട് ഇപ്പൊ ടേബിളുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് DIയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ടേബിൾ എന്താണെന്നും അതിനകത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിന്റെ ക്വസ്റ്റ്യൻ. അതിനെ ബേസ് ചെയ്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ടേബിളിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില കേസിൽ നമുക്ക് ഈ ആദ്യം പറയുമ്പോൾ കുറച്ച് ചില ഡേറ്റകളൊക്കെ ആദ്യം പറയുന്നതിനകത്ത് തന്നെ തരും. അത് നമ്മൾ മനസ്സിലാക്കി നോട്ട് ചെയ്യുക. അതുപോലൊരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, എപ്പോഴും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ നീറ്റായിട്ട് വേണം അത് എഴുതി പോയി. ഒരു പേപ്പർ എടുക്കുക, നീറ്റായിട്ട് ഒരു ഓർഡറിൽ തന്നെ എഴുതി വരിക. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇവിടെ കണ്ടോ, ഇതൊരു മിസ്സിംഗ് DI ആണ്. അതായത് കുറച്ച് ഡേറ്റാസ് മിസ്സിംഗ് ആയിട്ട് കൊടുത്തേക്കുക. ചിലയിടത്ത് ഇങ്ങനെ അല്ല, എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തേക്കുക. ചിലതൊക്കെ നമ്മൾ ഒരിടത്ത് ഇപ്പൊ എയുടെ ഒരു ടോട്ടൽ ഈ കണ്ടുപിടിക്കുന്ന ഈ വാല്യൂ ചിലപ്പോൾ ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വീണ്ടും നമുക്ക് അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീറ്റായിട്ട് വേണം അത് എഴുതി പോകാൻ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ 4ാമത്തെ ക്വസ്റ്റ്യന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നീറ്റാണ് അത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. നിങ്ങളൊരു പേപ്പർ വെച്ചിട്ടാണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ടേബിൾ നമ്മുടെ പടത്തിനകത്ത്, നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ ജസ്റ്റ് കൂട്ടി അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിരിക്കുന്ന പേപ്പർ. അപ്പൊ അങ്ങനെ തന്നെ ചിന്തിച്ച് വേണം നിങ്ങൾ എഴുതി ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഡെയിലി ഒരു DI ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും DIയുടെ ആ ഒരു 10 മാർക്ക്, അതായത് 5 ക്വസ്റ്റ്യൻ 2 മാർക്ക് 10 മാർക്ക് സുഖമായിട്ട് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയേ, the following table shows the number of items sold by 5 persons A to E on 5 different days and some data is missing in the table that you are expected to calculate if required. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്താൽ മതി, അല്ലാതെ ചെയ്ത് കണ്ടുപിടിച്ച് വെക്കണ്ട. Based on the data in the table, answer the question. അപ്പോൾ എത്രയേ ഉള്ളൂ പറയുന്നത്. A to E എന്ന് പറഞ്ഞ 5 പേഴ്സൺസ് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ വിൽക്കുന്ന ഐറ്റത്തിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവർ പറയുന്നത്. അതായത് A എന്ന് പറഞ്ഞ ആള് മൺഡേയിൽ 840 സാധനങ്ങൾ വിൽക്കുന്നു, ട്യൂസ്ഡേയിലാണെങ്കിൽ 720 വിൽക്കുന്നു, B മൺഡേയിലാണെങ്കിൽ 880 വിൽക്കുന്നു. ബിയുടെ ട്യൂസ്ഡേയിലെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല, അത് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പൊ ഇവിടുന്ന് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ അത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത് ടേബിൾ എന്താണെന്ന് മനസ്സിലായി. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ A ഓൺ ഓൾ ദ 5 ഡേയ്സ്. A ഈ എല്ലാ ദിവസത്തെയും കൂടെ ഉള്ള ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3600 ആണ്. എയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3600 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ ഈഫ് കണ്ടു, ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു കാര്യമാണ്. ഈഫ് അതാണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ A ഓൺ മൺഡേ, അത് നമ്മുടെ കയ്യിലുണ്ട്, ആൻഡ് A ഓൺ ഫ്രൈഡേയും കൂടെ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഡേറ്റയാണ് ഇവിടെ തന്നേക്കുന്നത്. എന്ത്? മൊത്തത്തിൽ ഈ എല്ലാ ആഴ്ചയിലെയും കൂടെ ചേർത്തിട്ടുള്ളത് 3600 ആണ്. അങ്ങനെയെങ്കിൽ ഫ്രൈഡേ. അപ്പൊ നമ്മൾ ഇത് എത്രയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരായോ? സിമ്പിൾ ആണ് അല്ലെ. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 840, 720, 560, 1080. ഓക്കെ, ആഡ് ചെയ്തേ. 4 to 6, 6 plus 6 12, 12 plus 8 20, 2 10, 17, 22, 3. ഓക്കെ, സോ 3200 ആണ് ഇത്രയും കൂടെ മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെയുള്ള ടോട്ടൽ.
ദെൻ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള ടോട്ടൽ 3600 ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ എന്ത് ചെയ്താൽ മതി? 3600 മൈനസ് 3200. അപ്പൊ എത്ര വരും? 400 എന്ന് വരും അല്ലെ. ഫ്രൈഡേയിലെ നമുക്ക് എത്ര കിട്ടി? 400 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഐറ്റം സോൾഡ് ബൈ എ ഓൺ മൺഡേ ആൻഡ് ഫ്രൈഡേ. മൺഡേയിലും ഫ്രൈഡേയിലും വിറ്റതിന്റെ ഡിഫറൻസ് ആണ് വേണ്ടത്. സോ 840 മൈനസ് 400 എന്തൊരു ആൻസർ? 440. ഓപ്ഷൻ ഡി 440. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ആഡ് ചെയ്തില്ലേ, ആ ഒരു വാല്യൂ ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇൻ കേസ് ഞാൻ പറയുന്നത്, ഇൻ കേസ് നമുക്ക് ആവശ്യം വന്നാൽ നമുക്കത് എടുക്കാൻ പറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ സി ഓൺ തേഴ്സ്ഡേ is the average of number of items sold by C on Wednesday and Friday, then total number of items sold by C on all the 5 days. Okay, അപ്പൊ ആ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. C on Thursday അല്ലെ, C on Thursday, തേഴ്സ്ഡേയിലുള്ള സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത്? ആവറേജ് ഓഫ് C on Wednesday and Friday അല്ലെ. സിയുടെ വെനസ്ഡേയിലെയും സിയുടെ ഫ്രൈഡേയിലെയും ആവറേജ് ആണെന്ന്. ക്ലിയർ അല്ലേ? ഓക്കെ, അത് തേഴ്സ്ഡേയിൽ അപ്പൊ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാൻ പറ്റും. വെനസ്ഡേയില് സിയുടെ വെനസ്ഡേയിലെ എത്ര? 820 പ്ലസ് ഫ്രൈഡേയിലെ എത്ര? 700 ബൈ 2. ഓക്കെ, 0 2 50 152. ഓക്കെ, എന്താ ചെയ്യാം? 200 ഡിവൈഡ് ചെയ്താൽ 760 അല്ലെ. 760 ആണ് സി ഓൺ തേഴ്സ്ഡേ. ഇനി നമുക്ക് എന്താ വേണ്ടേ? സിയുടെ എല്ലാ ദിവസത്തെയും കൂടെ അറിയണം. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരായോ? 480 1040 820. ഇനി ഇത് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 760 then 700. ഓക്കെ, ആഡ് ചെയ്തേ. 0 8 4 12 12 2 14 14 plus 6 22 4 plus 2 6 6 plus 8 14 14 plus 7 21 21 plus 7 28 2 3800 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തേഴ്സ്ഡേയിലെ സിയുടെ എല്ലാ ദിവസത്തെയും കൂടെ ചേർത്ത് എത്ര വന്നത്? 3800. ഓപ്ഷൻ ബി 3800. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്ന കണ്ട ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കാര്യം ജസ്റ്റ് വായിക്കുന്നതിനെക്കാട്ടിക്കുള്ള വായിക്കുമ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ആ വാല്യൂസ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ എ ആൻഡ് ബി ഓൺ 5 days ഈസ് 4000 ആൻഡ് 4400 റെസ്പെക്റ്റീവ്ലി, അതായത് എയുടേത് 4000 ബിയുടേത് 4400. നേരത്തെ വേറൊരു വാല്യൂ വന്നത് അതാണ് പറഞ്ഞത്. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞ ഓരോ ക്വസ്റ്റ്യനും ഓരോ വാല്യൂ തരുന്നത്. എയുടെ ടോട്ടൽ 4000 ബിയുടെ ടോട്ടൽ 4400 ആണെങ്കിൽ then the number of items sold by B on Tuesday, okay, B on Tuesday അത് കണ്ടുപിടിക്കണം, is -% more than number of items sold by A on Friday, അതും കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു A on Friday കണ്ടുപിടിച്ചു, അതല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് അവിടെ തന്ന ടോട്ടൽ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ തരുന്ന ടോട്ടൽ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സമ്മ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന അത് നിങ്ങൾക്ക് നോക്കി എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പെർസെൻറ്റേജ് മോർ അത് കണ്ടുപിടിക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് മോർ അതേപോലെ പെർസെൻറ്റേജ് ലെസ്, ഇങ്ങനെ DI ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, രണ്ട് വാല്യൂ തന്നിട്ട് ഇവിടുത്തെ രണ്ട് വാല്യൂ ഏതാണ്? ബി ഓൺ ട്യൂസ്ഡേയിലെയും എ ഓൺ ഫ്രൈഡേയിലെയും അല്ലെ. ബി ഓൺ ട്യൂസ്ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേയിലുള്ള എയെക്കാട്ടിൽ എത്ര ശതമാനം കൂടുതലാണ് അല്ലെങ്കിൽ എത്ര ശതമാനം കുറവാണ്, ഇങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പം പെർസെൻറ്റേജ് മോർ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം തന്നിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതാണ് ഞാൻ എക്സ് എന്ന് പറയുന്നു, ഇത് വൈ എന്ന് പറയുന്നു. ഇങ്ങനെ രണ്ട് വാല്യൂ തന്നിട്ടാണ് അവിടെ പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ രണ്ട് എത്ര കൂടുതലാണ് എത്ര കുറവാണെന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ ആ രണ്ട് നമ്പറിന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഡിഫറൻസ് എടുക്കുക. താഴെ എന്ത് കൊടുക്കണം? മോർ ചോദിക്കുന്നു. ഒരു ചെറിയ ഒരു എന്താണ് ചെറിയ വാല്യൂ നിൽക്കുന്നു, അതിനെക്കാട്ടിൽ എത്ര കൂടുതലാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഒരു വാല്യൂ ഉണ്ട്, അതൊരു ചെറുതായോണ്ടല്ലേ അതിനെക്കാട്ടിൽ എത്ര കൂടുതലാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ താഴെ എന്താ? ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ചെറിയ നമ്പർ അത് കൊടുക്കുക ഇൻറ്റു 100. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ദാൻ എന്ന് പറഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞ് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ്.
ഡിഫറൻസ് എടുക്കുന്നു, താഴെ സ്മോളർ നമ്പർ ഇൻറ്റു 100. ഇനി പെർസെൻറ്റേജ് ലെസ് ആണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതിലെ ലാർജർ നമ്പർ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അത് എഴുതുക ഇൻറ്റു 100. ഒരു വലിയ നമ്പറിനെ നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അതിനെക്കാട്ടിൽ എത്ര കുറവാണ്. ഓക്കെ, സോ ഇൻറ്റു 100. ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. പെർസെൻറ്റേജ് മോറും പെർസെൻറ്റേജ് ലെസ്സും ചോദിച്ചാൽ മനസ്സിലായല്ലോ. പെർസെൻറ്റേജ് മോർ ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുന്നു ബൈ സ്മോളർ നമ്പർ ഇൻറ്റു 100. പെർസെൻറ്റേജ് ലെസ് ആണെങ്കിൽ ഡിഫറൻസ് ബൈ ലാർജർ നമ്പർ ഇൻറ്റു 100. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇത് രണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അതിന് എന്താ ചെയ്യേണ്ടത്, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ എ ആൻഡ് ബി ഓൺ 5 days is 4000. അപ്പൊ എയുടെ ടോട്ടല് 4000, ബിയുടെ ടോട്ടല് 4400. എയുടെ ടോട്ടൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാ അല്ലെ, 3200 നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ചെയ്തതാ. അപ്പൊ നമുക്ക് അത് ഇവിടെ എടുക്കാം. അത് മാറുന്നില്ലല്ലോ, ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തതാ അല്ലെ. അപ്പൊ അത് നമുക്ക് ഇവിടെ എടുക്കാം. അത് ഞാൻ പറഞ്ഞത് നീറ്റായിട്ട് എഴുതി വന്നാൽ നിങ്ങൾക്ക് അത് നോക്കി എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയിലെ ടോട്ടൽ 4000ഉം ഇവിടെ നിന്നുള്ള മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെയുള്ള 3200 ആണെങ്കിൽ ഫ്രൈഡേയിലെ എന്ത് കിട്ടും, 4000 മൈനസ് 3200 ചെയ്താൽ മതി. എ ഓൺ ഫ്രൈഡേ നമുക്ക് എത്ര കിട്ടി, 800. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് 800 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബിയുടെ ആണ്. ബിയുടെ ടോട്ടൽ തന്നേക്കുന്ന 4500. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക എത്ര, അത് 880, ദെൻ ഒരെണ്ണം 480, 1020, 920. സോൾവ് ചെയ്തേ. 8 + 8 16, 16 + 4 22, 10 14 23, 3300 അല്ലെ. ഇനി ബിയിലെ ടോട്ടൽ തന്നേക്കുന്നത് 4400 ആണ്. ആ 4400ൽ നിന്ന് ഈ ഇതെല്ലാം ബിയിലുള്ള എല്ലാം വായിച്ചാൽ നമുക്ക് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ട്യൂസ്ഡേയിലേക്ക് കിട്ടും. ക്ലിയർ അല്ലേ. 3300 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് വന്നു, നമുക്ക് ബി ഓൺ ട്യൂസ്ഡേ എത്ര വന്നു, 1100. ക്ലിയർ ആണോ, 1100. ഇനി എന്താണ് ചോദിക്കുന്നത്, ഈ രണ്ട് നമ്പറും കിട്ടി, 800 കിട്ടി, 110. ചോദിക്കുന്നത് എന്താ, ട്യൂസ്ഡേയിലുള്ളത് അല്ലെ, ബി ഓൺ ട്യൂസ്ഡേയിലുള്ളത് ഇസ് ഡാഷ് പേഴ്സൺ മോർ ദാൻ, അതായത് ഫ്രൈഡേയെ കാട്ടില് എത്ര കൂടുതലാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പെർസെന്റേജ് മോർ ആണ് ചോദിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസ് എടുക്കണം. 1100 മൈനസ് 800 ബൈ താഴെ എന്താ കൊടുക്കേണ്ടത്, പെർസെന്റേജ് മോർ ചോദിച്ചാൽ ചെറിയ നമ്പർ കൊടുക്കുക, 800 × 100. ക്ലിയർ അല്ലേ. സോ ഇത് രണ്ടുകൂടെ മൈനസ് ചെയ്ത് 300 കിട്ടും. 300 ബൈ 800 × 100. ഓക്കെ, സീറോസ് കട്ട് ചെയ്താൽ 300 ബൈ 8. ഓക്കെ, പോയിന്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 300 ഡിവൈഡ് ബൈ 8. ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നോക്കി നോക്കി പോകണം. ഓക്കെ, ഫസ്റ്റ് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാ വരുന്നത്, ഇവിടെ 8 × 3 24 അല്ലെ. നോക്കിയേ, 3 വെച്ച് തുടങ്ങുന്ന 2 ഓപ്ഷൻ ഉണ്ട്. സോ ഒരെണ്ണേ ഉള്ളാലും നമുക്ക് അത് അവിടെ എടുക്കാം. അത് നിങ്ങൾ നോക്കും, ചില കേസിലൊക്കെ ഒരെണ്ണേ കാണുമ്പോൾ. ഇപ്പൊ ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ അടുത്തതും കൂടെ ചെയ്യാം. ഇവിടെ എത്ര വന്നു, 60. ഇനി എന്താ, 7 56 അല്ലെ, മതി. ഇനി നോക്കിയേ, 37.5 അല്ലെ. സോ ഓപ്ഷൻ എ 37.5% ആയിരിക്കും. ക്ലിയർ ആണോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ ബി ആൻഡ് സി ടുഗദർ ഓൺ തേഴ്സ്ഡേ to the number of items sold by C and D together on same day is 2:1. Then the number of items sold by C on Thursday. Okay, ഇങ്ങനെയുള്ള വരുമ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. റേഷ്യോ ഓഫ് ബി ആൻഡ് സി ഓൺ തേഴ്സ്ഡേ, ബി ആൻഡ് സി ഓൺ തേഴ്സ്ഡേയും അതേപോലെ വേറെ എന്തിന്റെ, സി ആൻഡ് ഇ ടുഗദർ ഓൺ ദ സെയിം ഡേ. അപ്പൊ തേഴ്സ്ഡേയിലെ തന്നെ, തേഴ്സ്ഡേയിലെയും റേഷ്യോ എന്ന് പറയുന്നത് 2/1 ആണ്. ഓക്കെ, ഇനി ആ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത്. ബി ആൻഡ് സി ഓൺ തേഴ്സ്ഡേയിലെ ബി അത് 1020, സി നമുക്ക് അറിയത്തില്ല, ലെറ്റ് ബി എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ 1020 പ്ലസ് എക്സ് ബൈ സി ഓൺ തേഴ്സ്ഡേ, അതാ നമ്മൾ നേരത്തെ എഴുതിയത്, അത് നമുക്ക് അറിയത്തില്ല, നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഇനിയും ഇ ഓൺ തേഴ്സ്ഡേ, ഇ എന്തേ, ഇ ഓൺ തേഴ്സ്ഡേ 320 അല്ലെ. സോ 320 അതെന്ന് പറഞ്ഞാൽ 2/1 ആണ്. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, എക്സ് കിട്ടും. അതായത് സി ഓൺ തേഴ്സ്ഡേ കിട്ടും. ചോദിക്കുന്നത് നമ്പർ ഓഫ് ഐറ്റം സോൾവ് ചെയ്ത് അത് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സോൾവ് ചെയ്താൽ പോരെ. ഓക്കെ, എന്ത് ചെയ്യണം, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1020 പ്ലസ് എക്സ് വിൽ ബി ഈക്വൽ ടു ഇവിടെ 2 × x + 320.
ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 1020 plus x equal to 2x plus 32 into 2, 640. Okay, so x will be equal to 1020 minus 640. എന്ത് വരും? 380 അല്ലേ? ഓപ്ഷൻ സി 380 ആയിരിക്കും. എന്ത് എക്സ് കിട്ടിയത്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐറ്റം സോൾഡ് ഓൺ തേഴ്സ്ഡേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. If the average number of items sold by D on Monday and Tuesday is 490, then the number of items sold by E on Friday is -% more than number of items sold by D on Monday. കണ്ടോ, പെർസെൻറ്റേജ് മോർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? E on Friday വേണം, D on Monday വേണം. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് പെർസെൻറ്റേജ് മോർ ചെയ്യണം. അതില് E on Monday എന്താണ്? E on Friday അതുണ്ട്. ഇനി D on Monday ഓക്കെ, അത് നമുക്കില്ല. അതാണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഡേറ്റയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ D on Monday ആൻഡ് Tuesday, അതായത് D on Mondayയും പ്ലസ് D on Tuesdayയും അതിന്റെ ആവറേജ് ആണ് 490. ഓക്കെ, ഇപ്പം D on Monday നമുക്ക് അറിയത്തില്ല. ലെറ്റ് ഇറ്റ് ബി എക്സ്. നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് പ്ലസ് ഇത് എക്സ് ആണ്, അറിയത്തില്ല. ഇനിയും D on Tuesday എത്ര? 420, അതറിയാം. ഓക്കെ, സോ എക്സ് പ്ലസ് 420 by 2 equal to 490. സോൾവ് ചെയ്താൽ പോരായോ? എക്സ് പ്ലസ് 420 equal to 490 into 2, 0, 18, 980. ഇനി മൈനസ് ചെയ്ത് എക്സ് വിൽ ബി ഈക്വൽ ടു 980 മൈനസ് 420, 560. അതായത് D on Monday നമുക്ക് 560 കിട്ടി. ഓക്കെ, അപ്പൊ D on Monday 560യും പിന്നെ ഏതാ വേണ്ടത്? E on Friday അത് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് 800. ഈ രണ്ട് നമ്പർ കിട്ടി. അത് തമ്മിലുള്ള പെർസെൻറ്റേജ് മോർ കാണുക. ഓക്കെ, ഇത് രണ്ടും കിട്ടി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ദാനൊന്നും നിങ്ങൾ നോക്കി പോകണമെന്നില്ല. പെർസെൻറ്റേജ് അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, പെർസെൻറ്റേജ് മോർ. ചോദ്യം ഇത്രയേ ഉള്ളൂ. E on Friday 800 എന്ന് പറയുന്നത് 560യെ കാട്ടില് എത്ര കൂടുതലാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കുക. 800 മൈനസ് 560. താഴെ ഏതാ കൊടുക്കണ്ടേ? പെർസെൻറ്റേജ് മോർ ചോദിച്ചാൽ ചെറിയ നമ്പർ കൊടുക്കുക. 560 into 100. സോൾവ് ചെയ്തേ. 800 മൈനസ് 560, 0, 4, 240. ഇറ്റ് ഈസ് 240 by 560 into 100. ഓക്കെ, ഒരു 0 വെട്ടി. ദെൻ 2 വെച്ച് കട്ട് ചെയ്താൽ 28. ഓക്കെ, ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 120. ഇനി 4 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 7 ആയി. ഇവിടെ 4 വെച്ച് കട്ട് ചെയ്താൽ 30 ആയി. ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു? 300 by 7. ഓക്കെ, 300 by 7. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 300 ഡിവൈഡ് ബൈ 7, 7 into 3 ആയിരിക്കും. അല്ല 4, 28, then 20, so 42 അല്ലെ? 42 വരും. 14, so 42.86. 4 തുടങ്ങിയപ്പം നമുക്ക് 2 എണ്ണം വന്നു, അല്ല 3 എണ്ണം ഉണ്ടായിരുന്നു. സോ അടുത്ത് നമ്മൾ എടുക്കുന്നു. സോ 42 ആയി. സോ ആൻസർ 42.86. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഡിയുടെ ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡെയിലി അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റീവ് ക്രാക്ക്, നമ്മുടെ എന്താണ് JRF, അതേപോലെ തന്നെ നെറ്റിന് വേണ്ടിയിട്ടുള്ള വിക്ടറി ബാച്ച്, ജൂണിലേക്കുള്ള വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിലബസിലുള്ള എല്ലാം നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ച് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം എക്സാമിന് മുന്നേ നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പേപ്പർ 1 ഉണ്ട്, അതേപോലെ തന്നെ കൊമേഴ്സ്, മലയാളം, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, CSR നെറ്റ്, ഫിസിക്സ്, ഇതിന്റെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.